നമസ്കാരം. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സാ പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പല നേതാക്കളും വന്ന് വായ്ത്താളം വിടുന്നതല്ലാതെ ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെയും ഒരു ഏമാന്മാർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ ഈ പ്രശ്നം പരിഹരിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ വ്യക്തമാക്കി രംഗത്തെത്തി. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതായുള്ള വാർത്തകൾ വന്നതിനെ തുടർന്നാണ് സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ടത്. ന്യൂറോ ഇന്റർവെൻഷനിൽ വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത്. മറ്റു വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾക്ക് മാറ്റമില്ലായിരുന്നു. ശ്രീചിത്രയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞുവെന്നും ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾക്ക് എത്തിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ നടക്കുന്നുവെന്നും മാധ്യമങ്ങളിൽ വന്ന അത്ര ഗൗരവമുള്ള പ്രശ്നമല്ല എന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സാ പ്രതിസന്ധിയിൽ വകുപ്പ് മേധാവികളുമായി ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ നടക്കും. ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതിനെല്ലാം സാങ്കേതിക പരിഹാരം ഉണ്ടാകും. 2 ദിവസത്തിനകം ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ഇന്നും ശസ്ത്രക്രിയ മുടങ്ങിയതോടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. യോഗം പൂർത്തിയായ ഉടനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്ര പുതുക്കിയിരുന്നില്ല. താൽക്കാലികമായി കരാർ നീട്ടി പഴയ നിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത്. ഇതോടെ കരാറുകൾ ഉപകരണങ്ങൾ എത്തിക്കാതെയായി. ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടുപോയി. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്ന് കാട്ടി വ്യാഴാഴ്ച തന്നെ ഡയറക്ടർമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നിട്ടും കരാറുകൾ പുതുക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ആരോപണം. കേന്ദ്ര പദ്ധതിയായ അമൃതിൽ ചേർന്ന് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടില്ല. രോഗികളുടെ ജീവൻ വെച്ച് പന്താടുമ്പോഴും ഒരു വിശദീകരണത്തിനും ശ്രീചിത്ര അധികൃതർ തയ്യാറായിരുന്നില്ല. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തീർന്നെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി ഇല്ലാതെ വന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇന്ന് നടത്താനിരുന്ന 10 ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത്. ചർച്ചയ്ക്ക് ശേഷവും 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയെങ്കിലും സ്ഥാപന ഡയറക്ടറുടെ ഭാഗത്തു നിന്നടക്കം ഇതുവരെ വിശദീകരണം വന്നിട്ടില്ല. അധികൃതർ അറിയിക്കുമ്പോഴും അടുത്ത ദിവസങ്ങളിലും ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നിലയ്ക്കും. 3 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളെല്ലാം മാറ്റി. 15 എണ്ണമാണ് മാറ്റിയത്. രോഗികളെ ഇക്കാര്യം ഫോണിൽ വിളിച്ചറിയിച്ചു. ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം നിശ്ചയിച്ച പ്രകാരം ശസ്ത്രക്രിയ നടക്കില്ലെന്നും ഇപ്പോൾ ശരിയാകുമെന്ന് പറയാനാകുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.